സംസ്ഥാന ബജറ്റ് നാളെ നിയമസഭയിൽ. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. സാമൂഹ്യ പെൻഷനിൽ വർധനയുണ്ടാകുമോ എന്നതിലും ആകാംക്ഷ. വിഴിഞ്ഞം ലൈറ്റ് മെട്രോ ഉൾപ്പെടെ പദ്ധതികൾക്ക് വൻതുക വകയിരുത്തിയേക്കും. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്ന് അവതരിപ്പിക്കും. അതേസമയം സ്വർണ്ണക്കൊള്ളയും ഫണ്ട് തട്ടിപ്പ് വിവാദവും ഉയർത്തി പ്രതിപക്ഷം ഇന്നും സഭയിൽ പ്രതിഷേധം തുടരും. എംഎൽഎമാരായ CR മഹേഷും നജീബ് കാന്തപുരവും സഭാ കവാടത്തിന് മുന്നിൽ സത്യഗ്രഹ സമരം തുടരുകയാണ്. TV പ്രസാദുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് നാളെ നിയമസഭയിൽ എത്തുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം? ഒപ്പം ഇന്നലത്തേതുപോലെ തന്നെ ഇന്നും സഭയിൽ പ്രതിഷേധം തുടരാനാണല്ലേ പ്രതിപക്ഷത്തിന്റെ തീരുമാനം? ഗുഡ് മോർണിംഗ് ആര്യ, ഹരിപ്രിയ. നിയമസഭാ സമ്മേളനം ഇന്ന്, നാളെ ബജറ്റാണ് നാളെ. ഇന്നും പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനാണ് പ്രതിപക്ഷ നീക്കം. സൂചിപ്പിച്ചതുപോലെ CR മഹേഷും നജീബ് കാന്തപുരവും നിയമസഭ പടിയിൽ സമരം തുടരുകയാണ്, സത്യാഗ്രഹ സമരം തുടരുകയാണ്. നിയമസഭ നടപടികൾ തടസ്സപ്പെടുത്താതെയുള്ള സമര നീക്കമാണ് പ്രധാനമായും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രി VN വാസവന്റെ രാജിയാണ് പ്രധാനമായും പ്രതിപക്ഷം ഇതിലൂടെ ഉന്നയിക്കുന്നത്. നാളെ നടക്കുന്ന ബജറ്റ് അത് അവസാന ബജറ്റാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റാണ് നാളെ. അത് സമ്പൂർണ്ണ ബജറ്റായിരിക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വലിയ പ്രഖ്യാപനങ്ങൾ എന്ന് പറയുമ്പോഴും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം പദ്ധതികൾ ഉണ്ടാകും എന്നുള്ളതാണ്. മാത്രവുമല്ല, ഒരു പദ്ധതികളും ഇല്ലാതെ, പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളില്ലാതെ ബജറ്റ് നടപ്പിലാക്കാനും സാധ്യതയില്ല. കാരണം വരുന്ന 1.5 മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് പോവുകയാണ് സംസ്ഥാനം. അതുകൊണ്ട് തന്നെ ജനോപകാരപ്രദമായ ഒരുപാട് പദ്ധതികൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും എന്നുള്ളതാണ്. ഏതൊക്കെ രീതിയിലായിരിക്കും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ലൈറ്റ് മെട്രോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും, എന്തൊക്കെയാണ് KN ബാലഗോപാൽ മനസ്സിൽ കാണുന്നത് എന്ന കാര്യം അറിയില്ല. എന്തായാലും ബജറ്റ് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിയുള്ള പ്രതിഷേധത്തിലേക്ക് ഇന്നും കടക്കും. അതോടൊപ്പം തന്നെ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദം അടക്കം, കുമ്പളയിലെ ടോൾ പ്ലാസ വിവാദം അടക്കം, വിളപ്പിൽ ശാലയിലെ ചികിത്സാ പിഴവടക്കമുള്ള വിഷയങ്ങൾ നിയമസഭയുടെ പരിഗണനയിലേക്ക് കൊണ്ടുവന്ന് ജനശ്രദ്ധ ആകർഷിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. വ്യക്തമാണ്. TV പ്രസാദ്, ഇപ്പോൾ നാളെ നടക്കാൻ പോകുന്ന ബജറ്റിലേക്ക് ഒന്ന് ഉറ്റുനോക്കിയാൽ, ഇപ്പോൾ നേരത്തെ TV പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ തന്നെ കൂടുതൽ സാമൂഹ്യ പെൻഷൻ അടക്കമുള്ള പദ്ധതികൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നല്ലേ പ്രതീക്ഷിക്കുന്നത്? വലിയ പദ്ധതികളിലേക്ക് ഉണ്ടാവില്ല എന്നൊരു സൂചന ധനമന്ത്രി നൽകുന്നുണ്ട്. പക്ഷേ അത് പുറമേ നൽകുന്നതാണ് എന്ന് ആവാനാണ് സാധ്യത. അല്പസമയത്തിനകം തന്നെ ധനമന്ത്രിയുടെ പ്രതികരണം നമുക്ക് കൊടുക്കാനും കഴിയും. അത് സംബന്ധിച്ചുള്ള നിലപാട് കൊടുക്കാനും കഴിയും. പക്ഷേ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ് എന്ന നിലയിൽ, ഒരു തെരഞ്ഞെടുപ്പ് മാസങ്ങൾ ആയതുകൊണ്ട് തന്നെ നടക്കുന്ന ബജറ്റ് എന്ന നിലയിൽ ജനശ്രദ്ധയെ ആകർഷിക്കാൻ പറ്റുന്ന പദ്ധതികളിലേക്ക് ഈ ബജറ്റ് കടക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതെന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. സാമൂഹ്യ പെൻഷന്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ കൂട്ടാനുള്ള ഒരു സാധ്യതയില്ല. നമ്മൾ കണ്ടതുപോലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വളരെ പെട്ടെന്നാണ് 1600 രൂപയിൽ നിന്ന് 2000 രൂപയാക്കി സാമൂഹ്യ പെൻഷൻ ഉയർത്തിയത്. ആ സാഹചര്യം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് അത് മരവിപ്പിക്കേണ്ടി വന്ന സർക്കാരിൻ്റെ സാഹചര്യമുണ്ടായിരുന്നു. ആ സമയത്ത് അന്നായിരുന്നു ഒരുപാട് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നത്. അത്തരം പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലേക്ക് നീക്കിവെച്ചതായിരുന്നു എന്ന ചർച്ച നേരത്തെ തന്നെ ഉണ്ടായതുമാണ്. ഇനിയിപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ കാര്യത്തിൽ ഒരു വർധന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നറിയില്ല. നിലവിൽ തന്നെ 400 രൂപ കൂട്ടി 2000 രൂപയിൽ എത്തി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുമുണ്ട്. എന്തായാലും ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള ചില കാര്യങ്ങൾ ബജറ്റിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ രാവിലെയാണ് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുക. എന്തായാലും നാളെ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.